ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അനൂപും ദയാനന്ദ മാഷും കൂടി നെല്ലിശ്ശേരിയിലെത്തിയിരിക്കുന്നതാണ്. അനൂപെ, നീ അവിടെ ചെന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. നമ്മൾ എന്തെങ്കിലും പരിഹാരം കാണാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന അനൂപ് പറയുകയാണ്, ഈ പ്രശ്നത്തിന് ഒരേ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. അവൻ ആതിരയെ കല്യാണം കഴിക്കണം, അത്ര തന്നെ. എന്താണെങ്കിലും നമുക്കാദ്യമൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് മാഷ് അനൂപിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അവിടെ വാതിൽക്കൽ തന്നെ അനഘ നിൽപ്പുണ്ടായിരുന്നു. എന്താണെന്ന് അനഘ അവരോട് ചോദിക്കുമ്പോൾ, മോളെ അതെന്ന് പറഞ്ഞ് മാഷ് പറയാൻ ആരംഭിക്കുമ്പോൾ അനഘ ചോദിക്കുകയാണ്, മോളോ? ആരുടെ മോള്? നിങ്ങളുടെ മക്കളുടെ പേര് അർച്ചനയെന്നും ആതിരയെന്നുമല്ലേ? അനഘയ്ക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യം കാണുമെന്ന് എനിക്കറിയാം. അത്ര പെട്ടെന്നൊന്നും അത് മാറില്ലെന്നും അറിയാം. സന്ദീപും ആതിരയും തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവർ വിവാഹം കഴിച്ച കാര്യവും എല്ലാം തന്നെ നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് അനഘ ചോദിക്കുമ്പോൾ മാഷ് പറയുകയാണ്, ഞങ്ങൾക്കതൊന്നും മനസ്സറിവില്ലാത്ത കാര്യമാണ്. തുടർന്ന് അനൂപ് പറയുകയാണ്, ഞങ്ങൾ വന്നത് അനഘയോട് സംസാരിക്കാനല്ല, സേതുമാധവൻ എന്ന മനുഷ്യനോട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ആർക്കും നിങ്ങളോടൊന്നും സംസാരിക്കാനില്ലെങ്കിലോ എന്ന് അനഘ ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, അത് അനഘയല്ല പറയേണ്ടത്. അതേസമയം സേതുമാധവൻ പുറത്തേക്ക് വന്ന് അവരെ അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അതേസമയം തന്നെ അർച്ചനയും സച്ചിയും താഴേക്ക് വരുന്നു. തുടർന്ന് മാഷ് പറയുകയാണ്, സേതു, ഞങ്ങൾ വന്നത് ആതിരയുടെയും സന്ദീപിൻ്റെയും കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന അവന്തിക ചോദിക്കുകയാണ്, എന്ത് കാര്യമാ സംസാരിക്കാനുള്ളത്? പറയാനുള്ളത് പറഞ്ഞും കേട്ടിട്ടുമല്ലേ ഇവിടുന്ന് എല്ലാവരും അവസാനമായി പിരിഞ്ഞത്? അവന്തികെ, അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ പലതും പറഞ്ഞാ പിരിഞ്ഞത്. അങ്ങനെ ദേഷ്യത്തിലിരുന്നാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ സാധിക്കില്ലല്ലോ. പിള്ളേർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അത് തിരുത്തേണ്ടത് മാതാപിതാക്കളാണെന്ന് മാഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, അല്ല, രഹസ്യമായി കല്യാണം കഴിച്ച് ഗർഭിണിയായതാണോ ചെറിയ തെറ്റ്? ഇങ്ങനെ എല്ലാത്തിനും അവന്തിക തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പറയാനൊന്നും ഇല്ലാതായി വരും. അല്ലെങ്കിലും നിങ്ങൾ പറയുന്നതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ടെന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുകയാണ്, അവന്തികെ, മാഷ് പറയട്ടെ. എന്താണെങ്കിലും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അതിൽ തെറ്റ് എൻ്റെ 2 പെൺമക്കൾക്ക് തന്നെയാ. കാര്യങ്ങൾ ചുറ്റി വളയ്ക്കാതെ ഞാൻ നേരിട്ട് തന്നെ പറയാം. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് സന്ദീപിനെ ആതിരയെ കൊണ്ട് കെട്ടിച്ചൂടെ? അതിനുള്ള അർഹത എനിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മോളുടെ അവസ്ഥ ഇപ്പോൾ അങ്ങനെയായിപ്പോയി. പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ കണ്ണ് നിറഞ്ഞാൽ പോലും വേദനിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ഞാൻ. എനിക്ക് എങ്ങനെയാണ് എൻ്റെ മോളുടെ കണ്ണീര് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത്? ഇവിടുത്തെ അനഘമോളുടെ കാര്യവും അവന്തികയുടെ കാര്യവും എല്ലാം തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകും. ഇതിപ്പോൾ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? അറിഞ്ഞിടത്തോളം സന്ദീപിൻ്റെയും ആതിരയുടെയും കല്യാണം കഴിഞ്ഞതാണ്. ഇപ്പോൾ എൻ്റെ മോളുടെ വയറ്റിൽ സന്ദീപിൻ്റെ കുഞ്ഞുമുണ്ട്. അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നമ്മുടെ ആരുടെയും അനുവാദം വേണ്ട. എന്നിട്ടും അവരത് ചെയ്യാത്തത് നമ്മുടെയൊക്കെ അനുവാദത്തിന് വേണ്ടി മാത്രമാണ്. ഇതൊക്കെ കേൾക്കുന്ന സേതുമാധവൻ മിണ്ടാതിരിക്കുമ്പോൾ അവന്തിക മനസ്സിൽ പറയുകയാണ്, ഇയാളുടെ ആലോചന കണ്ടാലേ അറിയാം, മാഷിന്റെ സംസാരത്തിൽ ഫ്ലാറ്റ് ആയിട്ടുണ്ടെന്നും മിക്കവാറും സന്ദീപിനെയും ആതിരയും കൊണ്ട് കെട്ടിക്കുകയും ചെയ്യും. സേതു ഒന്നും പറഞ്ഞില്ലെന്ന് മാഷ് പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഇനി എന്ത് പറയാനാ? നിങ്ങളുടെ മുഖത്ത് നോക്കി പറ്റില്ലെന്ന് പറയാനുള്ള മടി കാരണമാ അച്ഛൻ അങ്ങനെ ഇരിക്കുന്നത്. തുടർന്ന് അവന്തിക പറയുകയാണ്, അല്ല, എൻ്റെ അനിയത്തി എത്ര നാളായി സന്ദീപിന് ഇഷ്ടമാണെന്ന് പറയുന്നു. എന്നിട്ട് സന്ദീപിൽ നിന്നും ഒരു മോശം അനുഭവവും ഇവൾക്കുണ്ടായിട്ടില്ല. കാരണം എന്താ? ഇവൾക്ക് ഇവളെ സൂക്ഷിക്കാൻ അറിയാം, അതുകൊണ്ട് തന്നെ. ഇതൊക്കെ കേൾക്കുന്ന സച്ചി പറയുകയാണ്, ഏട്ടത്തി, അർച്ചനയുടെ അച്ഛനും ചേട്ടനും കൂടി വന്നത് അച്ഛൻ്റെ അഭിപ്രായം അറിയാനാണ്, അല്ലാതെ വഴക്കുണ്ടാക്കാനല്ല. അച്ഛൻ്റെ അഭിപ്രായം തന്നെയാ ഞാനും പറയുന്നത്. നിന്റെ ഭാര്യയുടെ അനിയത്തിയെ പറഞ്ഞാൽ നിനക്ക് നോവും. അപ്പോ ഞാനും ഇവളും എന്താ നിന്റെ ആരുമല്ലേ എന്ന് അവന്തിക ചോദിക്കുന്നു. തുടർന്ന് സേതു ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് എഴുന്നേറ്റ് പോകുമ്പോൾ അവന്തിക പറയുകയാണ്, കണ്ടോ എത്രമാത്രം വേദനിച്ചിട്ടാ അച്ഛൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്? ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അതിന് അച്ഛനെ ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. കുറെ നേരമായി ഏട്ടത്തി തന്നെയല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ തന്നെയാ അച്ഛനും പറയാനുള്ളത്, അതാ അച്ഛൻ മിണ്ടാതെ പോയതെന്ന് അവന്തിക പറയുമ്പോൾ അനൂപ് പറയുകയാണ്, വാ അച്ഛാ, നമുക്ക് പോകാം. ഇനിയും ഞാനിവിടെ നിന്നാലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. അത് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുകയും ചെയ്യും. അനൂപേട്ട, ഞാൻ ഒന്നുകൂടി അച്ഛനെ വിളിക്കാം, തീരുമാനം അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അർച്ചന പറയുമ്പോൾ അവന്തിക പറയുകയാണ്, തീരുമാനമൊന്നുമില്ല. നിങ്ങൾ വന്ന കാര്യമൊന്നും ഒരിക്കലും നടക്കാനും പോകുന്നില്ല. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അവന്തികെ. പിന്നെ ആ സന്ദീപ് എന്ന് പറയുന്നവനോട് പറഞ്ഞേക്കണം, ഇനി ആതിര എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരാൻ നിൽക്കരുതെന്ന്. അവനെ ഞാൻ വെട്ടി വീഴ്ത്തും. ഇത് കേൾക്കുന്ന അനഘ ദേഷ്യത്തോടെ പറയുകയാണ്, സന്ദീപിനെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ അനിയത്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. തുടർന്ന് അവന്തിക പറയുകയാണ്, ഇനി ഈ കാര്യം പറഞ്ഞ് വൃന്ദാവനത്തിലുള്ളവർ ഇങ്ങോട്ടേക്ക് വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. ഇത് കേൾക്കുന്ന അർച്ചന ദേഷ്യത്തോടെ പറയുകയാണ്, അതെ, സന്ദീപിനും ആതിരയ്ക്കും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ഏട്ടത്തിയെന്നല്ല ആരുടെയും അനുവാദം വേണ്ട. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമത്തിന് മുന്നിൽ അവർ ഭാര്യയും ഭർത്താവും തന്നെയാണ്.
ഒരു കാര്യം പറയുന്നത് കൊണ്ട് അവന്തികയ്ക്ക് ഒന്നും തോന്നരുത്. അവന്തികയുടെ ഈ മനസ്സിലിരിപ്പ് കൊണ്ടാ ഈ അനിയത്തി ഇത്രയും കാലം ഇങ്ങനെ നിന്നുപോയത്. ഇനി ഇതും പറഞ്ഞ് ഞങ്ങളാരും ഈ വീട്ടിലേക്ക് വരില്ല. അതുപോലെ എൻ്റെ മൂത്ത സഹോദരി അടക്കം ആരും അങ്ങോട്ടേക്കും വരണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അനൂപ് പുറത്തേക്ക് പോകുന്നു. കാര്യങ്ങൾ ഇത്രയായ സ്ഥിതിക്ക് ഇനി അനൂപിൻ്റെ കൂടെ ഞാനും നിൽക്കുമെന്ന് പറഞ്ഞ് മാഷും പുറത്തേക്ക് പോകുമ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും സന്ദീപും കൂടി ഇരിക്കുന്നതാണ്. തൻ്റെ അച്ഛനും ചേട്ടനും ഇത്രയും നേരത്തെ വരണ്ടായിരുന്നു, അതാ പ്രശ്നമായതെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അവരെപ്പോൾ വന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളായിരുന്നു. അവന്തികേട്ടത്തി എൻ്റെ കുടുംബത്തെ അപമാനിച്ചത് സച്ചിയേട്ടനും കേട്ടതല്ലേ. ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ പ്രതികരിക്കൂ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ആതിരയെ വിളിച്ചോണ്ട് വരാം. ഞാൻ വിളിച്ചാൽ ആതിര വരുമെന്ന് സന്ദീപ് പറയുമ്പോൾ ഇപ്പോൾ അത് വേണ്ടെന്ന് സച്ചി പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, നേരായ മാർഗത്തിലൂടെ ഈ പ്രശ്നം തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സന്ദീപ് പറഞ്ഞത് തന്നെയായിരിക്കും നടക്കാനും പോകുന്നത്. കാരണം എനിക്കറിയാം ഇനി അനൂപേട്ടൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ആതിരയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അനൂപേട്ടൻ നശിപ്പിക്കും. അങ്ങനെ വന്നാൽ ആതിരയുടെ അവസ്ഥയും തീരുമാനവും നമ്മൾ കരുതുന്നതിലും അപ്പുറമായിരിക്കും. പിന്നെ എന്താ ഏട്ടത്തി ഇതിനൊരു പരിഹാരം എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ എല്ലാവരും വിഷമത്തോടെ ഇരിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.